മുനിസിപ്പൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട റിയ ചീരാങ്കുഴി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ദുർഘടം പിടിച്ച ട്രാക്കുകളിലൂടെ വാഹനം ഓടിച്ച മത്സരങ്ങൾ വിജയിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ പാലാ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? നല്ലൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പം വളരെ സന്തോഷമുണ്ട്. ഇത്ര ഒരു ഭൂരിപക്ഷത്തിലേക്ക് വിജയിക്കാൻ കഴിയുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. LDF സീറ്റും കൂടിയാണല്ലോ. അതെ, ഒരു 2-3 വോട്ടിനൊക്കെ ജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. 98% ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പം ഞെട്ടിപ്പോയി, എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി ഇത്രയും ഭൂരിപക്ഷത്തോടെ ജയിച്ചപ്പോഴത്തേക്കിനും. നല്ല സന്തോഷമുണ്ട്. ശരിക്കും ഈ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിൽ ഈ ഇലക്ഷനിൽ നിൽക്കുകയോ സത്യപ്രതിജ്ഞയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? അതോ ആദ്യത്തെ സത്യപ്രതിജ്ഞയാണോ? ഇത് ആദ്യത്തെയാണ്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ കൊറോണ കാലഘട്ടമായിരുന്നു. അപ്പം ഈ വക സംഭവങ്ങളിലൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എല്ലാം. നല്ല അനുഭവങ്ങൾ കിട്ടി. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കുറേ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. കുറേ ആൾക്കാരെ പഠിക്കാൻ പറ്റി. അങ്ങനെയൊക്കെ. എഴുതി വെച്ചത് വായിക്കുമ്പോൾ ടെൻഷൻ വല്ലതും ഉണ്ടായിരുന്നോ? ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കൂളായിട്ട് ഡീൽ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് ട്രാക്കിലൊക്കെ നമ്മൾ ആ ഒരു ദുർഘടം പിടിച്ച പാതയിലാണ് ഓടിക്കുക. അതാണോ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് ഇത് ജയിച്ച് വരുന്നതാണോ കുറച്ചുകൂടി ഏതോ ബുദ്ധിമുട്ടായി തോന്നിയത്? രണ്ടും ബുദ്ധിമുട്ടല്ല. എങ്ങനെ വീട് കയറി നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമുണ്ട്. ഇഷ്ടമുള്ളതുകൊണ്ട് മടുപ്പായിട്ട് തോന്നിയില്ല. ഓഫ് റോഡ് പോലെ തന്നെ രണ്ടും ഒരേപോലെ തോന്നി. കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ട്രാക്കിലേക്ക് തിരികെ എന്നാ അടുത്തത്? ഉണ്ട്. ഇനി അടുത്ത ഇവന്റ് എന്നാണോ അന്നോട്ട് ഇറങ്ങണം എന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. സമയം പോലെ ഇറങ്ങണം എന്ന് ഓർത്തിരിക്കുന്നു. എന്താണ് നമ്മൾ ഈ വാർഡിലെ ജയിച്ചു വന്നു, വാർഡിലെ ജനങ്ങൾക്കായിട്ട് എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിലവിൽ ഞാനിപ്പോൾ ജനങ്ങൾക്കൊപ്പം ഏതാവശ്യത്തിനും കൂടെ നിൽക്കുമെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്ന ഉറപ്പ്. ഇനി നമ്മുടെ ഫണ്ട് കാര്യങ്ങളനുസരിച്ച് മനസ്സിലുള്ള സാധനങ്ങൾ പുറത്തിറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കുറെ കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? കുറെ കാര്യം കരുതി വെച്ചാൽ പൊട്ടിക്കാൻ? ഇല്ല, അങ്ങനെയല്ല. സർപ്രൈസ് ആണ്. അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആര് ഭരിക്കുന്ന കാലം ഇങ്ങനെ ഒരു ചർച്ച നിന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മൊത്തം ഒരു പാലാ നഗരസഭ ചർച്ചയാണ്. LDF ഭരിക്കുമോ UDF ഭരിക്കുമോ, ആര് ജയിക്കും ഒന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ആര് ഭരിക്കാൻ വരും, ഭരണത്തിൽ എത്തുമോ, അല്ല ഭരണത്തിലുള്ള കൗൺസിലാവോ, അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടോ? എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരണത്തിൽ വരണം എന്നാണ്. പക്ഷെ എന്താവും നമുക്കറിയില്ല. നമുക്കത് കണ്ടറിയണം. ട്വിസ്റ്റിൽ നിൽക്കുകയാണ്. എങ്ങോട്ട് വരും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുമെന്ന്. അതെ, പെട്ടെന്ന് അഭിപ്രായം പറഞ്ഞ നന്നായിരുന്നു അല്ലേ? സ്വതന്ത്രൻ അഭിപ്രായം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊപ്പം നിൽക്കുന്നു അറിയുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. അവർക്ക് ആര് ഭരിക്കുമെന്ന് അറിയാമായിരുന്നു. ആണെങ്കിൽ ഭരണപക്ഷത്തുള്ള കൗൺസിലറായിട്ട് എത്താൻ പറ്റും. അതെ, അങ്ങനെ പോകാൻ പറ്റും. ആ ഒരു ആകാംക്ഷയില്ല? എന്തായാലും ഉണ്ട്. നല്ല ആകാംക്ഷ ഉണ്ട് ആര് ഭരിക്കുമെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ കോൺഗ്രസ് വരുന്ന കാണുന്നതാണ് എൻ്റെ ആഗ്രഹം. പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ അതിനുശേഷം ഈ നേതാക്കളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. UDF നേതാക്കളെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. കൗൺസിലേഴ്സ് എല്ലാവരും തന്നെ ഞങ്ങൾ സംസാരിച്ചു. നല്ല കമ്പനിയായിട്ട് തന്നെയാണ് എല്ലാവരുമായിട്ട് പോകുന്നത്. ആദ്യത്തെ ഒരു കൗൺസിൽ യോഗം കൂടി അവിടെ കൂടിയല്ലോ. എങ്ങനെയുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് പരിപാടികളെ കണ്ടു കഴിഞ്ഞൊന്നും തോന്നി? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇതെന്താണെന്ന് അറിയാൻ പറ്റി. എല്ലാവരുമായിട്ട് നല്ലപോലെ മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം വാർഡിലുണ്ടാവും. ഉറപ്പായിട്ടും ഏത് സമയത്തും ഏതാവശ്യത്തിനും ഉണ്ടാവും. അത് തന്നെയാണ്. എന്തായാലും ഓഫ് റോഡ് മത്സരങ്ങളിലൊക്കെ ആ ട്രാക്കിലൂടെ കൂടി ജയിക്കുന്നത് പോലെ തന്നെ എന്തായാലും ഇപ്പോൾ റിയ ഇവിടെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ട്രാക്കിൽ കൂടി ജയിച്ച് കയറിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.